ടൊയോട്ടയുടെ എത്തിയോസിലെ വാഹനങ്ങളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഈ ഒരു ഫ്രണ്ടിൻ്റെ ഭാഗം ഡോറിനായിട്ട് അറ്റാച്ച് ആവുന്ന ഭാഗത്ത് ഇങ്ങനെ താഴ്ന്നു നിൽക്കും. ഒരിക്കലും ആ ഡോറിൻ്റെ ഒരു ഗ്യാപ്പും അതേപോലെ ഫ്രണ്ടിൻ്റെ ഒരു അറ്റവും തമ്മിൽ ഒരിക്കലും മാച്ച് ആയി നിൽക്കില്ല, അങ്ങനെ സ്റ്റെപ്പ് ഇട്ടിട്ട് നിൽക്കുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ ഈ ഒരു ഫ്രണ്ടിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു സ്പോഞ്ച് കട്ട പോലെ ഒരു തെർമോക്കോളിൻ്റെ ഒരു പീസ് പോലത്തെ ഒരു പീസ് വരുന്നുണ്ട്. ആ പീസ് ദ്രവിക്കുകയോ അല്ലെങ്കിൽ അത് ഡാമേജ് ആയി പോകുമ്പോഴോ ഈ ഒരു ഫ്രണ്ടിൻ്റെ ഈ താഴ്ഭാഗം താണു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൽ ആ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെറിയ രീതിയിൽ അതൊന്ന് ചെറിയൊരു സൊല്യൂഷൻ കണ്ടെത്താം. ജസ്റ്റ് ഡോർ ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കൈ കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് പൊങ്ങി വരും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഏകദേശം ലെവലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ വാഹനം സ്വമേധ വേറെ വർക്ക്ഷോപ്പിലോ മെക്കാനിക്കലോ ഒന്നും കാണിക്കാതെ തന്നെ ആ ഒരു ഗ്യാപ്പിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡുവൽ ടോണിൽ നിൽക്കുന്ന ഒരു എത്തിയോസ് ലിവ, അതും 2016 മോഡൽ GD വേരിയൻ്റിൻ്റെ ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പിൽ 84 മലപ്പുറം കൊണ്ടോട്ടി രജിസ്ട്രേഷനിൽ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള വാഹനമാണ്. 130 സംതിങ് കിലോമീറ്ററാണ് മീറ്ററിനകത്ത് കാണിക്കുന്നത്. ജെനുവിനാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. പ്ലാറ്റിനം മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു ബമ്പറും ഗ്രില്ലും ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം പ്ലാറ്റിനം മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡുവൽ ടോണിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ 40 ഒരു ആവറേജ് ടയേഴ്സ് വെക്കുന്നു. ഡീസൽ എഞ്ചിൽ ഒരു 18 to 19 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന വാഹനം. 4 പവറിൻ്റെ AC പവർ സ്റ്റാരിങ് തുടങ്ങിയുള്ള ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, ടൊയോട്ടയുടെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. ABS എയർ ബാഗും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി സീറ്റ് വർക്ക് ഇതിനകത്ത് അഡീഷണൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് കളർ ഇൻറ്റീരിയർ തീമിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. മൊത്തത്തിൽ എക്സ്റ്റീരിയറും ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം വെറും 4,45,000 രൂപക്ക്. ഓൾമോസ്റ്റ് ഒരു 4 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അതും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി. ഇന്നലെ നമ്മൾ ഒരു XUV 300 ഒരു റെഡ് കളറിൽ നിന്ന് ഓട്ടോമാറ്റിക് വാഹനം കാണിച്ചിട്ടുണ്ടായിരുന്നു. 2022 മോഡലിൽ നിൽക്കുന്ന ഒരു വാഹനം. ഇന്ന് അതിൻ്റെ ചെറിയൊരു അനിയനായിട്ട് 2021 മോഡലിൽ നിൽക്കുന്ന ഒരു വാഹനം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ W8 സൺറൂഫ് വരുന്നൊരു വാഹനം കൂടി. സൺറൂഫിൽ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് നമ്മൾ ഇന്നലെ കാണിച്ചിട്ട് സെയിം അതേ മോഡലിൽ നിൽക്കുന്ന വാഹനം. ഒരു വർഷം മാത്രം മോഡൽ ബാക്കിലേക്ക് ഉണ്ടെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ കുറച്ച് എക്സ്ട്രാ ആക്സറീസും ഗ്രാഫിക്സ് ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇന്നലെ കാണിച്ച വാഹനത്തിന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേണിലാണ് ഈ ഒരു വാഹനത്തിനകത്ത് ചെറിയ ആക്സറീസിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഇതിൻ്റെ ഓണർ, ഇതിൻ്റെ മുമ്പത്തെ ഓണർ ആ ഒരു വാഹനം മൊത്തത്തിൽ ചെറിയ രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഒരു റൂഫിൻ്റെ ഭാഗത്തൊരു സ്റ്റിക്കർ കൊടുത്തിട്ട് അതേപോലെ തന്നെ ആ ഒരു ബോണറ്റിൻ്റെ മുകളിൽ സ്റ്റിക്കേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രോം എലമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ആ ഒരു വെതർഷിപ്പായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. റെയിൻ ഗാർഡും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ബാക്ക് പ്രൊഫൈലിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബാക്കിൽ ആ ഒരു ഗാർഡ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മഹീന്ദ്രയുടെ ലോഗോ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു സ്റ്റിക്കേഴ്സ് കൊണ്ട് ചെറിയ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം വിശേഷിപ്പിക്കാൻ പറ്റുന്ന 2021 മോഡലിൽ നിൽക്കുന്ന മഹീന്ദ്ര XUV 300 AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ നിന്ന് W8 ഓപ്ഷണൽ എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ നിലവിൽ ഈ ഒരു വാഹനം 29,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്ലാസ് ഫീൽ, ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പാറ്റേൺ ഡിസൈനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആ ഒരു പിന്നെ ബീജ് കളറിൽ വരുന്ന ഒരു സീറ്റ് കവറും, ബീജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വൈറ്റിൻ്റെ പാറ്റേണിൽ വരുന്ന ആ ഒരു സീറ്റ് കവർ, ഹാൻഡ് അതേപോലെ തന്നെ ഒരു ഡാഷ്ബോർഡിൻ്റെയും ആ ഒരു പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഡോർ പാഡിൻ്റെ കളർ പാറ്റേൺ, ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ഒരു കളർ കോമ്പിനേഷൻ പക്ക നമുക്ക് ഇന്ത്യയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ക്ലാസ് ഫീൽ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല സൺറൂഫ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സൺറൂഫിനകത്തും എന്തൊക്കെയോ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ ചേഞ്ചസ് വരുത്തിയിട്ട് ആ ഒരു വേറെ എന്തൊക്കെയോ ഒരു ഫീൽ ലഭിക്കുന്ന രീതിയിലേക്ക് അതും മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ കുറച്ചൊരു സ്റ്റിക്കർ പ്രേമി ആയിരുന്നു എന്നൊരു സംശയമാണ്. കാരണം മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളും സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ട് ചെറിയ രീതിയിലുള്ള ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. ബാക്ക് റോക്ക് നോക്കുകയാണെങ്കിലും സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. ഏകദേശം 8ഓളം എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ആ റൂഫും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള മേജർ ആക്സിഡൻറ്റോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു അടിപൊളി വാഹനം. ഇതിൻ്റെ ഏറ്റവും എക്സ്റ്റീരിയറിനേക്കാളും എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ടതിൻ്റെ ഇന്റീരിയറും കോക്പിറ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം ആ ഒരു ബീജിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളെല്ലാം നമുക്കൊരു പ്രീമിയർ ക്ലാസ് ഫീൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60-70% ടയേഴ്സ് നിൽക്കുന്നു. ആ ഒരു ഫ്രണ്ടിലൊക്കെ നോക്കുകയാണെങ്കിലും ആ ഒരു ക്രോം ഭാഗങ്ങളെല്ലാം ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു പാറ്റേൺ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ പാറ്റേൺ ഇങ്ങനെ ഈ ഒരറ്റം വരെ ഫോഗ് ലാമ്പിനായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ആരോ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് കത്തിച്ച് കാണിക്കാമോ, ജസ്റ്റ് ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം. കത്തിയെന്ന് വിചാരിക്കുന്നു. മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളും കത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 9,65,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. നമ്മൾ ഇന്നലെ കാണിച്ച 995 22 മോഡൽ വാഹനം കാണിച്ചിട്ടുണ്ട്. ഇത് 21 ഒരു വർഷം മോഡലുള്ളതുകൊണ്ട് പ്രൈസിൽ ചെറിയ ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 965 W8 ഓപ്ഷനിൽ നിന്ന് സൺറൂഫ് അടക്കം വരുന്ന ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൽ നിന്ന് 2021 മോഡൽ XUV 300 പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഓൾമോസ്റ്റ് 8,25 വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 2 വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വാഹനത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ പുതിയ വാഹനങ്ങൾ ഒരുപാട് ഞങ്ങളുടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതിലേക്ക് വീഡിയോസ് റെഗുലറായിട്ട് കിട്ടുന്നത് നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.